മലയാളിയുടെ ആത്മാഭിമാനം വാനോളം ഉയരുന്ന മുഹൂർത്തമാണ് ഇത്. ആദ്യ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ അല്പസമയത്തിനകം യാത്ര തിരിക്കും. ഒറ്റപ്പാലത്തെ വേരുകളുള്ള ഡോക്ടർ അനിൽ ഉൾപ്പെടുന്ന സംഘത്തിന്റെ സോയൂസ് MS-29 ബഹിരാകാശ പേടകം വിക്ഷേപണം അവസാന ഘട്ടത്തിലാണ്. കസാഖിസ്ഥാനിലെ ബൈക്കനോർ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് അനിൽ മേനോൻ യാത്ര തിരിക്കുന്നത്. ഇന്ത്യൻ സമയം 8:17 വിക്ഷേപണ സമയം. പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന തുടങ്ങിയ റഷ്യൻ ബഹിരാകാശ യാത്രികരും ഡോക്ടർ അനിൽ മേനോന് ഒപ്പമുണ്ട്. 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. Them. And coming up in just about a minute from now, at the T-2 minute and 45-second mark, the booster's fuel tanks are officially being pressurized for flight, which will optimize the flow of fuel and help to add structural support to the rocket. സംബന്ധിച്ചിടത്തോളം വാനോളം ആത്മാഭിമാനം ഉയരുന്ന നിമിഷങ്ങളാണ് കടന്നുപോകുന്നത്. ആദ്യം മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ്. മറ്റു വിവരങ്ങൾ പറയൂ. Just joining us, we are in the final moments of the launch countdown for the Soyuz MS-29. വിക്ഷേപണം നടക്കുക എന്നാണ് അന്തിമമായ റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയിൽ 2 റഷ്യൻ ബഹിരാകാശ യാത്രികരോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ യാത്ര നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഭാരതീയനായ ഒരു മലയാളിയായ വ്യക്തി ആദ്യമായാണ് ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൻ്റെ ബഹിരാകാശ ദൗത്യങ്ങളിലെല്ലാം തന്നെ ഒരു ഭാരതീയൻ്റെ സാന്നിധ്യമുണ്ട് എങ്കിൽ കൂടി അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയ ഒരു ഇൻസിഡൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സോയൂസ് MS-29 എന്ന് പറയുന്ന ബഹിരാകാശ പേടകത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്ര, അതായത് അനിൽ മേനോൻ്റെ യാത്ര, ഡോക്ടർ അനിൽ മേനോൻ ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ യാത്ര ഏറ്റവും നിർണായകമാണ്. ഈ അനിൽ മേനോൻ്റെ ഗവേഷണ പരിപാടികൾ എന്ന് പറയുന്നത്, അദ്ദേഹം ബേസിക്കലി ഒരു ഡോക്ടറാണ്. അതായത് സ്പേസ് മെഡിസിനുമായി ബന്ധപ്പെട്ടും ബഹിരാകാശ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. അത് പല ബഹിരാകാശ ദൗത്യങ്ങളുടെയും, അതായത് നമുക്കറിയാവുന്നതാണ്, വിവിധ ബഹിരാകാശ ദൗത്യങ്ങളുടെ മെഡിക്കൽ ഡയറക്ടറൊക്കെയായി പ്രവർത്തിച്ച ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിലുള്ള വളരെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി കൂടിയാണ്. സ്പേസ് എക്സിൻ്റെ ബഹിരാകാശ വൈദ്യശാസ്ത്ര വിദഗ്ധനൊക്കെയായി പ്രവർത്തിച്ച ചരിത്രമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം 2 മറ്റു ബഹിരാകാശ യാത്രികരുമുണ്ട്. പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന തുടങ്ങിയ ബഹിരാകാശ യാത്രികരാണുള്ളത്. ഏതാണ്ട് നിമിഷങ്ങൾ, ഒരു മിനിറ്റിൽ താഴെ മാത്രമാണ് ഇനി ഈ പേടകം പറന്നു വരുന്നത്. സോയൂസ് പേടകം പറന്നു വരുന്നതിനുള്ള സമയമെന്നതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നൊരു കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പാലത്ത് വേരുകളുള്ള ഇദ്ദേഹം സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര ചെയ്യുന്നത്. MS-29 പേടകത്തിലെ യാത്ര അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ആ പേടകത്തിൻ്റെ വിക്ഷേപണം അല്പസമയത്തിനകം തന്നെ നടക്കും. അവസാന മിനിറ്റുകൾ, അതായത് ഈ പേടകത്തിൻ്റെ വിക്ഷേപണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ വിക്ഷേപണം നടക്കുകയും ചെയ്യും. ഈ പേടകത്തിൽ, അതായത് ബഹിരാകാശ പേടകത്തിൽ യാത്ര തുടർന്ന് ഏതാണ്ട് അടുത്ത വർഷം ഏപ്രിൽ 1 വരെ അനിൽ മേനോൻ അവിടെ തുടരുകയും ചെയ്യും. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ബഹിരാകാശ എത്തിയതിനു ശേഷം വിവിധങ്ങളായ ഗവേഷണങ്ങളാണ് അദ്ദേഹം നടത്തുക. ആ ഗവേഷണങ്ങളുടെ ഭാഗമായി നിരവധിയായ പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ പരീക്ഷണങ്ങളെല്ലാം തന്നെ ബഹിരാകാശത്ത് തന്നെ നടത്തേണ്ട പരീക്ഷണങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ബഹിരാകാശത്ത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണത്. ഭൂമിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു സ്വഭാവമില്ലാത്ത, ഭൂമിയുടെ ഗുരുത്വാകർഷണം പോലും ഇല്ലാത്ത പ്രദേശമായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രത്യേകതകൾ, അതായത് ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനം വളരെ കുറഞ്ഞൊരു പ്രദേശമായതുകൊണ്ട് തന്നെ മൈക്രോഗ്രാവിറ്റിയിലെ ഗവേഷണങ്ങളാണ് അദ്ദേഹം പ്രധാനമായും അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തുടർ ഗവേഷണങ്ങളിലെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. അല്പസമയത്തിനകം, അതായത് ഇപ്പോൾ ഡിറ്റാച്ച്ഡായി കഴിഞ്ഞിരിക്കുന്നു, റോക്കറ്റ് ഡിറ്റാച്ച്ഡായി കഴിഞ്ഞ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിമിഷങ്ങൾക്കകം റോക്കറ്റ് കുതിച്ചു വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോയൂസ് MS-29 കുതിച്ചു വരുന്നതിനുള്ള ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തീർച്ചയായും ഇത് മലയാളിയുടെ ആത്മാഭിമാനത്തെ ഏറെ വർദ്ധിപ്പിക്കുന്ന, അതായത് ഒരു ഒറ്റപ്പാലത്തുകാരനായ വ്യക്തി, ജനിച്ചതും വളർന്നതും അമേരിക്കയിലാണെങ്കിലും അനിൽ മേനോൻ എന്ന പേരുള്ള, മലയാളിത്തം പേരിൽ പോലുമുള്ള വ്യക്തി അല്പസമയത്തിനകം ഭാരതത്തിൻ്റെ
ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ റോക്കറ്റ് ലോഞ്ച് നടന്നിരിക്കുന്നു. റോക്കറ്റ് ലോഞ്ചിൻ്റെ ഇഗ്നിഷൻ നടന്നിരിക്കുന്നു. റോക്കറ്റ് ഉയർന്നു പൊങ്ങിയിരിക്കുന്നു. ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അധികം വൈകാതെ, അതായത് ഇന്ന് ഉച്ച 1:30 അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ബഹിരാകാശ നിലയത്തിൽ ഈ റോക്കറ്റിനൊപ്പമുള്ള പേടകം, അതായത് റോക്കറ്റിൽ ബഹിരാകാശ യാത്രികർ സഞ്ചരിക്കുന്ന പേടകം ഡോക്ക് ചെയ്യുക. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ്. റോക്കറ്റ് കുതിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ആദ്യ ബഹിരാകാശ യാത്രികൻ്റെ യാത്ര തുടരുന്ന ഏറ്റവും നിർണായകമായൊരു കാഴ്ചയാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു ദൃശ്യം ആണ് ഈ റോക്കറ്റിൻ്റെ സഞ്ചാരപഥം മുഴുവനും. നമുക്കറിയാവുന്നതാണ്, MS-29 എന്ന റോക്കറ്റിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുള്ള ഈ പേടകം അറ്റാച്ച് ചെയ്ത് ഈ പേടകം കൃത്യമായും ബഹിരാകാശത്തെത്തി. അതിനുശേഷം 2 തവണയിലേറെ ഭൂമിയെ വലം വയ്ക്കുമെന്നാണ് പ്രാഥമികമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ 2 ഓർബിറ്റുകളേക്കാൾ കുറച്ചുകൂടി കൂടുതലുള്ള 2 ഓർബിറ്റുകൾ ചലനം നടത്തി, അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങി കൃത്യമായും ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുകയാണ് ചെയ്യുക. ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തതിന് ശേഷം 3 മണിക്കൂർ യാത്രയാണ് ബഹിരാകാശ നിലയത്തിലേക്കുള്ളത്. അതിനുശേഷം 1:30 ഈ ഹാച്ചുകൾ തുറന്ന് അതിനുശേഷമാണ് ഈ ഹാച്ചുകൾ തുറന്ന്, അതായത് 3 മണിയോടുകൂടി ഹാച്ചുകൾ തുറന്ന്, ഇന്ത്യൻ സമയത്തിൽ 3 മണിയോടുകൂടി ഹാച്ചുകൾ, അതായത് ഈ ബഹിരാകാശ പേടകത്തിലെ കവാടവും അതുപോലെ തന്നെ ബഹിരാകാശ നിലയത്തിലെ കവാടവും, ഈ 2 കവാടങ്ങൾ മുഴുവൻ ഹാച്ചുകൾ എന്ന് കൃത്യമായി പറയുന്നത്. ഈ 2 കവാടങ്ങൾ തുറക്കുന്നതാണ് ഹാച്ചിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സ്. ആ കവാടങ്ങൾ തുറക്കുന്നതിന് നിരവധിയായ വിഷയങ്ങളുണ്ട്. കാരണം 2 പരിസ്ഥിതിയിലുള്ള ഘടകങ്ങളാണ്, 2 അവസ്ഥയിലുള്ള ഘടകങ്ങളാണ് കൂട്ടിച്ചേർന്ന് ഒരു മനുഷ്യൻ്റെ ജീവനുള്ള മനുഷ്യനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ പേടകം അത്രമാത്രം സുരക്ഷിതമാകേണ്ടതുണ്ട്. ആ യാത്രയും അത്തരത്തിൽ അങ്ങോട്ട് ഹാച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അത്രയും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് കൃത്യമായും ഇത്തരത്തിലൊരു നീക്കം നടത്തുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹാച്ചിങ് എന്ന് പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി നടക്കുകയും ചെയ്യുന്നത്. ഹാച്ചിങ്ങിന് ശേഷമായിരിക്കും ബഹിരാകാശ നിലയത്തിലേക്ക് ഹാച്ചിങ് എന്ന് പറയുന്ന പ്രവർത്തനം നടക്കുക, അല്ലെങ്കിൽ ആ ആക്ഷൻ അതിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അദ്ദേഹം, അതായത് ഭാരതത്തിൻ്റെ ആദ്യ ഭാരതീയനായ ബഹിരാകാശ യാത്രികൻ ഇപ്പോൾ ബഹിരാകാശത്തേക്ക് യാത്ര കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്ട്രാപ്പ് മോട്ടോറുകൾ ഡിറ്റാച്ച്ഡ് ആയ ചില ദൃശ്യങ്ങളാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, റോക്കറ്റ് കുതിച്ചു വരുമ്പോൾ റോക്കറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ ശക്തമായ ബലം ലഭ്യമാകുന്നതിന് വേണ്ടി അതോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന ചെറിയ റോക്കറ്റുകളുടെ രൂപങ്ങളുണ്ടാകും. ഇത്തരം റോക്കറ്റുകളെല്ലാം തന്നെ ഡിറ്റാച്ച്ഡ് ആകുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ അതിശക്തമായ ഒരു ത്രസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ആഡ് ചെയ്യപ്പെട്ട ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ആ റോക്കറ്റ് പേടകത്തിൽ നിന്നും വിട്ടുപോവുകയും പല സ്റ്റേജുകളിലായി ഈ പേടകം വേർപിരിഞ്ഞ് കൃത്യമായി ബഹിരാകാശ നിലയത്തിനോടടുത്ത് എത്തുകയും ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ശാസ്ത്രീയമായ സാങ്കേതികമായ വശം. അത്തരം നീക്കങ്ങളുടെ ഭാഗമായി ആദ്യമായി സ്ട്രാപ്പ് മോട്ടോറുകൾ വിഘടിച്ച ഒരു ദൃശ്യം നമുക്കിപ്പോൾ കാണാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും കൗതുകകരമായൊരു കാര്യം. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൻ്റെ അഭിമാനമായി, അതുപോലെ തന്നെ മലയാളിക്കും അഭിമാനമായി ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യ ഭാരതീയൻ സഞ്ചാരം ആരംഭിച്ചിരിക്കുന്നു. അധികം വൈകാതെ, അതായത് ഇന്ന് രാത്രി 1:30 ബഹിരാകാശ നിലയത്തിൽ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ മലയാളിയായ ആദ്യ ബഹിരാകാശ യാത്രികൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുകയും ചെയ്യും. നീലിമ. ഐസൻ, നമ്മൾ ഈ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോനെ കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനി ചെറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബാംഗമാണ് ഈ അനിൽ മേനോൻ എന്നതുകൂടി ശ്രദ്ധേയമാണ്. അത്തരത്തിലുള്ള പാരമ്പര്യം, അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായൊരു പാരമ്പര്യം തന്നെയാണ് ചേറ്റൂരിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹമെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. ഒറ്റപ്പാലം സ്വദേശിയാണ്. ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിൻ്റെ വേരുകളെല്ലാം തന്നെ ഒറ്റപ്പാലത്താണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ ഏറെ പ്രതീക്ഷയോടെ ഇത് കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 2 ദൃശ്യങ്ങളാണ് പ്രധാനമായും കാണുന്നത്. ഒരു ദൃശ്യം കൃത്യമായും റോക്കറ്റ് കുതിച്ചു വരുന്ന ദൃശ്യമാണ്. അത് അല്പസമയം മുമ്പ് വിക്ഷേപണ തറയിൽ നിന്നും റോക്കറ്റ് കുതിച്ചു ദൃശ്യമാണ്. മറ്റു ദൃശ്യം എന്ന് പറയുന്നത് ആ പേടകത്തിലെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ പേടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിച്ച ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആ കൺട്രോൾ സെൻറ്ററിൽ എത്തുന്നത് കൃത്യമായി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മറ്റൊരു ബോക്സിൽ കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ 2 ഏറ്റവും അഭിമാനകരമായൊരു നിമിഷത്തിന് ഭാരതം സാക്ഷിയാകുന്നു, അല്ലെങ്കിൽ ഓരോ മലയാളിയും സാക്ഷിയാകുന്നു. നമുക്കറിയാവുന്നതാണ്, ഓരോ മലയാളിയും കാത്തിരിക്കുകയായിരുന്നു ഈ വാർത്തകളുടെ ഓരോ മുന്നേറ്റങ്ങളും, അല്ലെങ്കിൽ ഓരോ വാർത്തകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ബഹിരാകാശ യാത്രികർ, അതായത് റഷ്യൻ ബഹിരാകാശ യാത്രികരാണ്. അദ്ദേഹത്തോട് റഷ്യൻ ഒറിജിനുള്ള ബഹിരാകാശ യാത്രികരാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈക്കനൂറിലെ
ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് ഈ പേടകം ഇപ്പോൾ കുതിച്ചുയർന്ന അതായത് ചരിത്രം സംഭവിച്ചിരിക്കുന്നു. ആദ്യ മലയാളി ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നീലിമ. മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാഭിമാനമുയരുന്ന നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ യാത്ര തിരിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലത്തെ വേരുകളുള്ള ഡോക്ടർ അനിൽ ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ സോയൂസ് MS-29 ബഹിരാകാശ പേടകം വിക്ഷേപണ അവസാന ഘട്ടത്തിൽ ആയിരുന്നു. കസാക്കിസ്ഥാനിലെ ബക്കനോർ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് അനിൽ മേനോൻ യാത്ര തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സമഗ്ര വിവരങ്ങളാണ് ഐസൻ ജോസ് പങ്കുവച്ചത്.